എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ ഇ.വി. ശ്രീധരൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് വടകരയിലെ CM ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. മിഥില ബാലൻ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാൻ. മിഥില, എപ്പോഴാണ് ഇ.വി. ശ്രീധരന്റെ അന്ത്യമുണ്ടായത്? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. വടകരയിലെ സ്വകാര്യ ആശുപത്രി CM ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത്. സംസ്കാരം വീട്ടുവളപ്പിൽ, അതായത് വടകരയ്ക്ക് സമീപത്തുള്ള വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാരം നടക്കുക. വടകരയ്ക്ക് സമീപം വള്ളിക്കാട് തറവാട് വീട്ടുവളപ്പിലായിരിക്കും സംസ്കാരം നടക്കുക എന്നാണ് നിലവിൽ ഇപ്പോൾ ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ സമയം തീരുമാനിച്ചിട്ടില്ല. എഴുത്തുകാരനാണ്, പത്രപ്രവർത്തകനാണ്. വടകരയിലാണ് ജനിച്ചതെങ്കിലും കഴിഞ്ഞ ദീർഘകാലമായി തിരുവനന്തപുരത്താണ് അദ്ദേഹം താമസിച്ചിട്ടുണ്ടായിരുന്നത്. കലാകൗമുദിയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഏറെക്കാലം കലാകൗമുദിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. അതിനുശേഷം അദ്ദേഹം എഴുത്തിലും സജീവമായിട്ടുണ്ടായിരുന്നു. താമരക്കുളത്തെ അമ്മുക്കുട്ടി, ഒന്നാം പ്രതി, ജാനകിയുടെ സ്മാരകം, ഓർമ്മയിലും ഒരു വിഷ്ണു, ലബോറട്ടറിയിലെ പൂക്കൾ എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കഥകൾ. ഗോപി. ഇ.വി. ശ്രീധരൻ അന്തരിച്ചു. ഇ.വി. ശ്രീധരൻ അദ്ദേഹം മദ്രാസിലാണ് പത്രപ്രവർത്തനം ആരംഭിച്ചത്. അതിനുശേഷം അദ്ദേഹം കലാകൗമുദിയിൽ ഏറെ നാൾ പത്രാധിപ സമിതി അംഗമായിരുന്നു. അദ്ദേഹം കലാകൗമുദിയിൽ തിരുവനന്തപുരത്ത് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം വീക്ഷണം പത്രത്തിലും കലാകൗമുദി വാരികയുടെ പത്രാധിപ സമിതി അംഗമായി അദ്ദേഹം പ്രവർത്തിച്ചു. അതിനുശേഷം വീക്ഷണത്തിലും അദ്ദേഹം 2 വർഷം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിര്യാണ വാർത്ത വരുന്നു. 80 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് വടകരയിലെ CM ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത്. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്.